നിങ്ങൾ ഗർഭിണിയാണെന്ന് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇക്കാലം അത്രയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളാകെ അങ്കലാപ്പിലാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് വജീനൽ സ്പോട്ടിംഗ് അനുഭവപ്പെടുന്നു, ലഘുവായ രക്തസ്രാവം. നിങ്ങൾക്ക് പരിഭ്രമമായി. പക്ഷേ ദയവ് ചെയ്ത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് ഗർഭധാരണത്തിന്റെ ആദ്യത്തെ 12 ആഴ്ചകളിൽ യോനിയിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവത്തെയെല്ലാം ആസന്നമായ ഗർഭമലസലായി വ്യാഖ്യാനിക്കരുത്. മിക്കപ്പോഴും ഗർഭത്തിന്റെ ആദ്യ 3 മാസക്കാലത്ത് യോനിയിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം ഒരിക്കലും ഒരു വലിയ പ്രശ്നമേ അല്ല. ഗർഭധാരണം അപ്പോഴും സാധാരണ പോലെ തുടരും. പക്ഷേ തീർച്ചയായും ചില വിഷമാവസ്ഥകൾക്കുള്ള സാധ്യതകൾ ഇല്ലെന്നുറപ്പുവരുത്തണം. അത് ചിലപ്പോൾ യോനിയിലെ രക്തസ്രാവമായേക്കാം. ആദ്യത്തേതും വലിയതുമായ ഉത്കണ്ഠ ഗർഭമലസലാണ്. 15 മുതൽ 20% വരെ ഏതൊരു ഗർഭവും ഗർഭത്തിന്റെ ആദ്യ 12 ആഴ്ചകളിൽ അലസിപ്പോയേക്കാം. പക്ഷേ പലപ്പോഴും നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ചെറിയ തോതിലുള്ള രക്തസ്രാവം ഉണ്ടെന്ന് കാണാം. മറുപിള്ളയുടെ അരികിൽ സബ്ക്രോറിയോണിക് ഹെമറേജ് എന്ന അവസ്ഥ ചിലപ്പോൾ ഒരു കാരണവും കണ്ടെത്താറുമില്ല. നമ്മൾ അതിനെ ഗർഭമലസലായി കണക്കാക്കുമ്പോൾ ഈ 2 സാഹചര്യങ്ങളിലും ഗർഭധാരണം ആരോഗ്യകരമായി തന്നെ പോയിക്കൊണ്ടിരിക്കും. രണ്ടാമതായി നമ്മൾ ഇല്ലെന്നുറപ്പുവരുത്തേണ്ട പ്രധാന വിഷമാവസ്ഥ എക്ടോപിക് ഗർഭധാരണമാണ്. പക്ഷേ ഇത് ഗർഭമലസലിനെ അപേക്ഷിച്ച് വളരെ അപൂർവമാണ്. എക്ടോപിക് ഗർഭധാരണത്തിൽ ഭ്രൂണം സ്ഥാനം പിടിക്കുന്നത് ഗർഭപാത്രത്തിന് പുറത്താണ്, സാധാരണയായി ട്യൂബുകളിൽ, അതായത് അണ്ടവാഹിനി കുഴലുകളിൽ. ഇതാണ് നാം സാധാരണയായി കേൾക്കുന്ന ട്യൂബൽ പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസിക്ക് കൂടുതൽ സാധ്യതയുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് നേരത്തെ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ളവരായിരിക്കും. ട്യൂബൽ പ്രഗ്നൻസിയുടെ എന്തെങ്കിലും മുൻ ചരിത്രമുണ്ടെങ്കിൽ, അഥവാ മുൻപ് വസ്തി പ്രദേശത്ത് ശസ്ത്രക്രിയ ചെയ്ത ചരിത്രമുണ്ടെങ്കിൽ. മൂന്നാമതായി വളരെ അപൂർവമായൊരു വിഷമാവസ്ഥയാണ് മോളാർ പ്രഗ്നൻസി. ഇവിടെ സാധാരണ ഭ്രൂണത്തിന് പകരം അസാധാരണമായൊരു കോശമാണ് രൂപം കൊള്ളുന്നത്. പക്ഷെ ചിലപ്പോൾ ആദ്യ 12 ആഴ്ചകളിൽ ഉണ്ടാവുന്ന രക്തസ്രാവം, യോനിയിൽ നിന്നുള്ള രക്തസ്രാവം ഗർഭപാത്രത്തിന്റെ ആവരണത്തിൽ ഭ്രൂണം സ്ഥാപിക്കപ്പെടുന്നതിന്റെ ഫലമായോ, അല്ലെങ്കിൽ ചിലപ്പോൾ യോനിയിൽ സാധാരണമായ അണുബാധ കൊണ്ടാവാം, അല്ലെങ്കിൽ വളർച്ച, ഗർഭപാത്രത്തിന്റെ മുഖഭാഗത്ത് സാധാരണയായി കാണുന്ന പോലിപ്പ് എന്ന പേശി വളർച്ച. വളരെ അപൂർവമായി മൂത്രനാളിയിൽ നിന്നുള്ള രക്തസ്രാവം പോലും യോനിയിൽ നിന്നുള്ള രക്തസ്രാവമെന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. പക്ഷേ നിങ്ങൾക്ക് ഗർഭത്തിന്റെ ആദ്യത്തെ 12 ആഴ്ചകളിൽ യോനിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടെങ്കിൽ ദയവായി ഡോക്ടറെ കാണുക. അദ്ദേഹം നിങ്ങളെ ക്ലിനിക്കൽ പരിശോധനയ്ക്ക് വിധേയയാക്കും, അൾട്രാസോണോഗ്രാം ചെയ്യും, ആൻഡ് ആവശ്യമെന്ന് കണ്ടാൽ ബീറ്റാ ഹെക്സിജൻ ലെവലും.